1990കളുടെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നടൻ സുരേഷ് ഗോപി അന്നത്തെ തലമുറയ്ക്ക് ഒരു ആവേശമായിരുന്നു. ഏകലവ്യനും കമ്മീഷണറും ലേലവും പത്രവുമൊക്കെ അന്നത്തെ യുവജനങ്ങളെ ഏറെ ആവേശം കൊള്ളിച്ച സിനിമകളാണ്. അതിനൊന്നും ഒരു സംശയവുമില്ല. ഇന്നും സുരേഷ് ഗോപിയോട് അത്യാവശ്യം ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. അതുകൊണ്ട് കൂടിയാണല്ലോ തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റിയത്. ബി ജെ പിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമാണോ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. കാരണം ഒരു ബി ജെ പി നേതാവ് എന്നതിലുപരി ജനകീയനായ ഒരു സിനിമാ നടനും ചാരിറ്റി പ്രവർത്തകനും പ്രത്യേകിച്ചും മനുഷ്യത്വമുള്ള വ്യക്തിയുമായ ഒരാൾക്ക് സാധാരണക്കാർ നൽകുന്ന വോട്ടായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ജയിക്കുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്ന വി എസ് സുനിൽകുമാർ എന്ന ജനകീയ നേതാവിനെ സുരേഷ് ഗോപിക്ക് മറികടക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിനർത്ഥം അത് ബി ജെ പിക്കാരുടെ വോട്ട് മാത്രം കിട്ടിയത് കൊണ്ടല്ല എന്നുള്ളതും വ്യക്തം. എന്നാൽ 1990കളിൽ യുവജനങ്ങളെ ആവേശം കൊള്ളിച്ചിരുന്ന അതേ സുരേഷ് ഗോപി ഇപ്പോഴും ആവേശം കൊള്ളിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആ 90കളിലെ സിനിമ ജീവിതം യഥാർത്ഥ ജീവിതത്തിലാണ് പുള്ളിക്കാരൻ പകർന്നാടാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം. പക്ഷേ വെള്ളിത്തിരയിലെ സുരേഷ് ഗോപിയുടെ അഭിനയത്തിൻ്റെ അത്ര ഈ അഭിനയത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ജബൽപൂരിൽ വൈദികർ അടക്കം ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് പുള്ളി ഏത് വിധത്തിലാണ് പ്രതികരിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ്. സത്യത്തിൽ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വീണത് ഒരു തരത്തിലുള്ള ഭീഷണിയല്ലേ. സൂക്ഷിച്ച് സംസാരിക്കണമെന്നും ചോദ്യം ജോൺ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഏതാണ് ചാനലെന്ന് ചോദിച്ച ശേഷം മറുപടി പറയാൻ സൗകര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനല്? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. കൊച്ചിയിൽ വച്ച് മാധ്യമങ്ങളെ കാണുന്ന അവസരത്തിലായിരുന്നു ഈ സുരേഷ് ഗോപി ഷോ. പത്രസമ്മേളനത്തിൻ്റെ തുടക്കമൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. വഖഫ് കിരാതം ഭാരതത്തിൽ അവസാനിച്ചുവെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഈ മുനമ്പത്തും അത് ഗുണപ്പെടുമെന്നൊക്കെ പറഞ്ഞു. ക്രിസ്ത്യൻ സമൂഹം ബില്ലിനായി അണിനിരന്നതിൻ്റെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യസഭയിൽ വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഏറ്റുമുട്ടിയിരുന്നു. എമ്പുരാൻ വിഷയം ബ്രിട്ടാസ് എടുത്തിട്ടതും തൃശ്ശൂരിൽ വോട്ടർമാർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതുമാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത്. TP51 വെട്ട്, ലെഫ്റ്റ് എന്നീ സിനിമകളൊക്കെ റിലീസ് ചെയ്തിട്ട് എമ്പുരാനെക്കുറിച്ച് വിലപിക്കാനായിരുന്നു സുരേഷ് ഗോപി ബ്രിട്ടാസിനെ ഉപദേശിച്ചത്. എന്നാൽ എന്തോ ഒരു കാര്യം പുള്ളി ഓർത്തില്ലെന്ന് തോന്നുന്നു. ഈ 2 സിനിമകളും യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പടങ്ങൾ എന്തിനാണ് റിലീസ് ചെയ്യുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ജോൺ ബ്രിട്ടാസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇതല്ലാതെ പുള്ളിക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. BJP വിഷം വമിപ്പിക്കുകയാണെന്നും ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്നവർക്ക് ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഭക്ഷണവും സൗകര്യവും ഒരുക്കുന്ന ഇടമാണ് കേരളമെന്നും അതാണ് കേരളത്തിൻ്റെ സംസ്കാരമെന്നുമാണ് ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റിൽ പറഞ്ഞത്. ക്രിസ്ത്യാനികളുടെ പേരിൽ ചിലർ മുതലക്കണ്ണീരൊഴുക്കുന്നു. എമ്പുരാനിലെ മുന്നയെ BJP ബെഞ്ചുകളിൽ കാണാം. മുന്നയെ കേരളം തിരിച്ചറിയും. നേമത്തെ അക്കൗണ്ട് പൂട്ടിയതുപോലെ മറ്റൊരു അക്കൗണ്ടും പൂട്ടിക്കും. മുനമ്പത്തെ ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടില്ല. LDF സർക്കാർ നൽകുന്ന ഉറപ്പാണ്. ഇതൊക്കെയാണ് ബ്രിട്ടാസ് ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കണ്ടത്. കാര്യങ്ങൾ വളരെ നാടകീയമായി സംസാരിച്ചു കൊണ്ട് വരുന്നതിനിടയിലാണ് ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവവും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയതും സുരേഷ് ഗോപിയുടെ കുരു പൊട്ടിയതും. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സുരേഷ് ഗോപി ഈ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ച് പോയതാണ്. ദേഷ്യം എത്രയൊക്കെ പിടിച്ചു വച്ചിരുന്നാലും ഒരു പരിധി കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊട്ടിത്തെറിക്കും. അത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ആ പൊട്ടിത്തെറിക്ക് ഒരു കാരണവുമുണ്ട്. മുൻപ് ഒരു മാധ്യമപ്രവർത്തക പരാതി ഉന്നയിച്ചിട്ട് പോലും പിന്നീട് മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായി ഇടപെട്ട വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ പിന്നെ
ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി ഇത്തരത്തിൽ തട്ടിക്കയറിയതിൻ്റെ കാര്യം എന്തായിരുന്നു? വഖഫാണോ? അതോ ജബൽപൂർ വിഷയം ചോദിച്ചതോ? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയമാണോ? യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ സുരേഷ് ഗോപിയുടെ ഈ പ്രകടനങ്ങൾക്ക് കാരണം ഈ വിഷയങ്ങളൊന്നുമല്ല. അങ്ങനെയൊക്കെ ആണെന്ന് പലരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സിനിമയിൽ അഭിനയിക്കുന്നതാണ് പ്രധാനമെന്നും കേന്ദ്രമന്ത്രിസ്ഥാനം അതിനു താഴെയേ വരികയുള്ളൂ എന്നും പരോക്ഷ സൂചന നൽകിക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയിരുന്ന കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ കാണും. അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പൊതുജന സേവനത്തെക്കാൾ തനിക്ക് സിനിമയാണ് വലുത് എന്ന് പറയുന്നതിനേക്കാൾ വലിയ വൃത്തികേട് മറ്റെന്താണുള്ളത്? എന്നാൽ സിനിമാ മേഖലയിൽ സജീവമായി നിന്നിട്ടേ കാര്യമുള്ളൂ. 5 വർഷം മന്ത്രിയായ ശേഷം തിരിച്ചഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ തെലുങ്കിൽ ചിരഞ്ജീവിയുടെ അവസ്ഥയാകുമെന്ന് ഏതൊരു സിനിമാക്കാരനോട് ചോദിച്ചാലും അവർ സമ്മതിക്കും. സുരേഷ് ഗോപിക്കും ഇക്കാര്യം അറിയാം. കേന്ദ്രമന്ത്രി പദവിയും സിനിമാ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ള സുരേഷ് ഗോപിയുടെ മോഹങ്ങളെ മോദിയും അമിത്ഷായും കൂടി വെട്ടി വെയിലത്ത് വച്ചിരുന്നു. ഒന്നുകിൽ അഭിനയം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം. അതായത് സിനിമയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് സിനിമയുടെ പിറകെ പോയാൽ കേന്ദ്രമന്ത്രിസ്ഥാനം ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സിനിമാ നടനായി ജീവിച്ചു വന്ന ഒരാൾക്ക് സിനിമാ നടനല്ലാതെ ജീവിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. മാത്രമല്ല സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ച ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ പടം നിർമ്മിക്കുന്ന വ്യക്തിയുടെയും സംവിധാനം ചെയ്യുന്ന വ്യക്തിയുടെയും ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം ഇതുവരെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. ഗോകുലം ഗോപാലനാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം എന്നറിയുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചതനുസരിച്ച് ചിത്രത്തിൻ്റെ കുറേ ഭാഗം ഏകദേശം 1 മാസം മുൻപ് ഷൂട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ചിത്രം വീണ്ടും പ്രതിസന്ധിയിലായി. ഇപ്പോൾ തന്നെ ചിത്രത്തിനു വേണ്ടി കോടികൾ മുടക്കിക്കഴിഞ്ഞു. നിർമ്മാതാവിനും സംവിധായകനും മുന്നിൽ ഇപ്പോൾ ഒരൊറ്റ ചോദ്യമേയുള്ളൂ: പടം ഉപേക്ഷിക്കണോ അതോ പൂർത്തിയാക്കണോ എന്നുള്ളത്. ഏത് വിധേനയും പടം പൂർത്തിയാക്കിയാൽ പിന്നെ എന്താകും സ്ഥിതി എന്നുള്ള കാര്യവും അറിയില്ല. കാരണം 3 വർഷം മുൻപ് പ്രഖ്യാപിച്ച ചിത്രമായതുകൊണ്ട് തന്നെ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചിത്രത്തിൻ്റെ തിരക്കഥയും മാറ്റി എഴുതേണ്ടി വരുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി നേരത്തെ കരാർ ചെയ്തിരുന്ന പല താരങ്ങളുടെയും മൂല്യം പ്രേക്ഷകർക്കിടയിൽ കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ മത്സരിച്ച് വിജയിച്ച സുരേഷ് ഗോപി ഒരു കേന്ദ്ര സഹമന്ത്രി ആയതോടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ ചിത്രത്തിൻ്റെ നിർമ്മാതാവും സംവിധായകനും ഒക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മന്ത്രിസ്ഥാനം രാജിവെച്ച് അല്ലാതെ തനിക്ക് സിനിമയിൽ പൂർണ്ണമായും സഹകരിക്കാൻ കഴിയില്ലെന്ന് സുരേഷ് ഗോപിക്ക് ബോധ്യമാവുകയും ചെയ്തു. ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രഷർ കൂടുവാൻ ഇത്രയൊക്കെ പോരെ? അതേസമയം മറ്റൊരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഏകദേശം 6 മാസം മുൻപും ഇത്തരത്തിലൊരു പൊട്ടിത്തെറി മാധ്യമപ്രവർത്തകർക്ക് നേരെ സുരേഷ് ഗോപി നടത്തിയിരുന്നു. അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളത്തിലെ ഓരോ സിനിമാ പ്രവർത്തകരുടെയും തലയ്ക്ക് മുകളിൽ ഒരു വാളായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ വാളിൽ കെട്ടിയിരിക്കുന്ന ചെറിയ ചരട് പൊട്ടിയാൽ കൃത്യം തലയിൽ തന്നെ അന്ന് പതിക്കുന്ന സാഹചര്യം. പലർക്കും ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥ. മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള 4-5 പേർ ആദ്യം തന്നെ ചട്ടിയിലായി കഴിഞ്ഞു. അക്കൂട്ടത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു നടനും MLA-യുമായ മുകേഷ്. ഈ മുകേഷും സുരേഷ് ഗോപിയും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾ ആണെങ്കിലും സുഹൃത്തുക്കളാണ്. അന്ന് തൃശ്ശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അന്ന് ഭരത്ചന്ദ്രൻ IPS-ൻ്റെ ആ കാക്കി കുപ്പായം വീണ്ടും ഒന്നെടുത്ത് കുടഞ്ഞ് ദേഹത്തിട്ട് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി "ഭ പുല്ലെ" എന്ന് പറയുകയായിരുന്നു. അതെല്ലാം ടെലിവിഷനിൽ കൂടെ നാട്ടുകാർ മുഴുവൻ കാണുകയും ചെയ്തു. റിപ്പോർട്ടർ TVയിലെ അവതാരകയും സംഘപരിവാർ പ്രവർത്തകരുടെ ഝാൻസി റാണിയുമായ സുജയ പാർവതിക്ക് വരെ അതിഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സുജയ പാർവതി വരെ അന്ന് സുരേഷ് ഗോപിയുടെ ഈ നടപടിയെ വിമർശിച്ചു എന്ന് പറയുമ്പോൾ സാധാരണ മാധ്യമപ്രവർത്തകർക്ക് എത്രത്തോളം നൊന്ത് കാണും? സത്യം പറഞ്ഞാൽ അന്യൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ക്യാമറ സ്ഥാപിക്കുന്നവരാണ് മാധ്യമങ്ങൾ എന്നൊരു പഴി നേരത്തെയുണ്ട്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഇടതുപക്ഷ നേതാക്കളാണെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് മാധ്യമങ്ങൾ ചെറിയ രീതിയിലൊക്കെ പരിഗണനകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സുരേഷ് ഗോപിക്കെതിരെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ദേഷ്യവും വിഷമവും എല്ലാം പണ്ടേ പുള്ളിക്കാരനുണ്ട്. ഒരു 2-3
മാസം മുൻപ് ഞാൻ നല്ല വാശിക്കാരനാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. പഴം കിട്ടിയില്ലെങ്കിൽ പിണങ്ങുമെന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നല്ലോ. ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പിണങ്ങിയില്ലെങ്കിലും ആ വിഷമം ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് തന്നെയാണ് ഭൂരിപക്ഷം പേരും കരുതുന്നത്.